കാരിരുമ്പ് പോലെ കരുത്തുള്ള കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് CJPയെ ഭയപ്പെടുന്നത്? CJP ഒരു രാഷ്ട്രീയ പാർട്ടി പോലുമല്ല, ഒരു ജനകീയ കൂട്ടായ്മയാണ് യുവജനങ്ങളുടേത്. എന്നിട്ടും ഈ യുവജന പ്രസ്ഥാനത്തിന് മുൻപിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ കസേര തെറിക്കത്തക്ക വിധത്തിൽ ഈ യുവജന കൂട്ടായ്മയെ കേന്ദ്ര സർക്കാർ ഭയപ്പെടുകയും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും മുൻപിൽ കീഴടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. സമരങ്ങളെ അടിച്ചമർത്തി വിജയ ചരിത്രം കുറിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരാണിത്. 1 വർഷത്തോളം നീണ്ടുനിന്ന കർഷക സമരത്തെ പോലും ഇല്ലാതാക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാൽ 35 ദിവസം മാത്രം സമരരംഗത്തുണ്ടായിരുന്ന ഈ യുവജന പ്രസ്ഥാനത്തെ സർക്കാർ പേടിക്കുകയും അവരുടെ മുൻപിൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവരുടെ വ്യവസ്ഥകൾ മുഴുവൻ അംഗീകരിച്ച് കീഴടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്? പല കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, അപ്രതീക്ഷിതമായ വിധത്തിൽ അവർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ ജനപിന്തുണയാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, പൊതുബോധമുള്ള എല്ലാവരും അവരെ പിന്തുണച്ച് രംഗത്തു വന്നു. ഇത്രയും വലിയ പിന്തുണയിലേക്ക് അവരെത്തിപ്പെടാനുള്ള പ്രധാന കാരണം പോലീസിന്റെ അക്രമങ്ങളാണ്. പോലീസ് തോക്കുപയോഗിച്ച് കീഴ്പ്പെടുത്താൻ നോക്കി, ലാത്തിയടിച്ച് ചിതറിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചിതറിയോടുന്ന രാഷ്ട്രീയ പോഷക സംഘടനകളിലെ യുവജനങ്ങളെ പോലെ ആയിരുന്നില്ല അവിടെ ഒത്തുചേർന്ന യുവജനങ്ങൾ. അവര് നെഞ്ചു വിരിച്ച് നിന്നു. നിശ്ചയദാർഢ്യത്തിന്റെ ഹിമാലയമായി അവരെ സർക്കാർ കണ്ടു. മാത്രവുമല്ല, അവര് ഒരു തൊഴിലുമില്ലാത്തവരായിരുന്നില്ല, പഠിപ്പില്ലാത്തവരായിരുന്നില്ല. IITക്കാർ, IIMക്കാർ, ഡോക്ടർമാർ, സംരംഭകര്, ഇങ്ങനെ പ്രതിഭാശാലികളുടെ വലിയ ഒരു സംഘമായിരുന്നു അത്. അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്ന പ്രധാൻ എന്ന മന്ത്രിയെ ബലി കൊടുക്കാൻ സർക്കാർ സന്നദ്ധമായത്. അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ മറവിൽ നേട്ടങ്ങൾ കൊയ്യുമോ എന്നുള്ള ഭയവും സ്വാഭാവികമായും ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടുതൽ ആലോചിച്ച് തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകണം. ഏതായാലും പേടിയില്ലാതെ നിന്ന CJPയെ കേന്ദ്ര സർക്കാർ പേടിച്ചുവെന്നുള്ളതാണ് സത്യം.